വരുന്ന വഴിക്കൊരു ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. നടന്നിട്ട് എത്തുന്നില്ലല്ലോ. അങ്ങനെ ഒരു അരമണിക്കൂർ എടുക്കും. 6:30 കഴിഞ്ഞിട്ടുണ്ട്. 7 മണി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹലോ യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ 2ാമത്തെ ഹയസ്റ്റ് പീക്കായ അഗസ്ത്യാർകൂടത്തിലേക്കാണ്. 45 കിലോമീറ്റേഴ്സ് നീണ്ടു നിൽക്കുന്ന ഈ ട്രെക്കിനിടെ എനിക്ക് ലഭിച്ച നൈറ്റ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ് ഈ വ്ളോഗ്. അപ്പോൾ എങ്ങനെയാ, നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ്, ഷോ സം ലവ് ഓൾസോ. പുലർച്ചെ 6 മണിക്ക് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ബോണക്കാടിലേക്ക് യാത്ര തുടങ്ങി. യാത്ര നിയർലി 50 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്നെ പിക്കിന് ശേഷം വരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എൻ്റെ പേരൻസ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. കണ്ണീത്തടം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻ്റെ ടിക്കറ്റെല്ലാം അവർ വെരിഫൈ ചെയ്തു. അതിന് ശേഷം മാത്രമേ നമുക്ക് ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബോണക്കാട് വില്ലേജിലൂടെ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടിപ്പോയ ഓൾഡ് ടീ ഫാക്ടറിയും കൂടി കണ്ടു. അവിടെ നിന്ന് പിന്നെ ഉള്ളത് കുറച്ച് ദൂരം ഓഫ് റോഡായിരുന്നു. ആ ഒരു ഓഫ് റോഡിന് ശേഷം നമ്മൾ അഗസ്ത്യമല പിക്കറ്റ് സ്റ്റേഷനിലെത്തി. അവിടെ നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ടിക്കറ്റ് വെരിഫിക്കേഷനും പിന്നെ ബാഗ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലവർ മെയിനായിട്ട് നോക്കുന്നത് ബാഗിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ എന്നാണ്. അതിനുശേഷം നമ്മൾ ടീമുകളായി തിരിഞ്ഞ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. കാരണം മുണ്ടന്തുറ ടൈഗർ റിസർവിന്റെ ഭാഗമല്ലേ, മറുഭാഗം തന്നെ. അതിന്റെ അങ്ങോട്ടേക്കോട്ട് വലിയ താമസമല്ല, നമുക്കത് പാട്. അതൊക്കെ തമിഴ്നാട് പുറത്താണ്. അതിരുമല ഇന്നല്ലേ. ഫോറസ്റ്റ് ഗൈഡ് പറഞ്ഞതുപോലെ നമുക്ക് ഫസ്റ്റ് ഡേ ട്രെക്കിങ് അതിരുമല വരെയാണ്. ഈ അതിരുമല എന്ന് പറയുന്നത് നമ്മുടെ 7th ക്യാമ്പാണ്. അതിരുമല വരെ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഓൾമോസ്റ്റ് 15 കിലോമീറ്റേഴ്സാണ്. ഇൻ ബിറ്റ്വീൻ 5ഓളം വേറെ ക്യാമ്പ്സ് കൂടി നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വഴിയെ പറയാം. ഓൺ ദ വേയിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള വാട്ടർ ക്രോസിങ്ങും വാട്ടർഫാളും കാണാനായിട്ട് സാധിക്കും. ലാത്തി മുട്ട എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ക്യാമ്പിലൊക്കെ ഉള്ള അഗസ്ത്യാർകൂടം 16.5 കിലോമീറ്റർ ആണ്. ഇനി ഇവിടുത്തെ വരുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും എങ്ങനെയാണെന്ന് പറയാം. അപ്പം ഞാൻ വരുന്നത് ഇന്ന് 27-ാം തീയതിയാണ്. 27-ാം തീയതി ജനുവരി 2024. അപ്പം ഞാനിവിടെ വന്നത് ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടല്ല, ഓഫ്ലൈൻ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. ഓഫ്ലൈൻ ടിക്കറ്റ് ഇവിടെ എടുത്തത് PTP നേറാണ്, വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ടിക്കറ്റും കിട്ടും. 2024 നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ സീസൺ ടൈം എന്ന് പറയുന്നത് ജനുവരി 24 to മാർച്ച് 2 ആയിരുന്നു. ആൻഡ് ട്രെക്കിംഗ് ഫീ ആയി വന്നത് 2500 rupees ആയിരുന്നു. അതിൽ നമുക്ക് ഫുഡ് ഇൻക്ലൂഡഡ് അല്ല.
അങ്ങനെ ഒരുപാട് നടത്തത്തിന് ശേഷം തേർഡ് ക്യാമ്പായ കരമനയാറെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അത്യാവശ്യം കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളം കരുതേണ്ടത്. അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോഴേക്കും നമുക്ക് നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ വ്യൂ എല്ലാം കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം എത്തിയത് ഫോർത്ത് ക്യാമ്പായ വാഴപ്പഴന്തിയാർ എന്ന ക്യാമ്പിലായിരുന്നു. ഇവിടെയാണെങ്കിൽ അതിമനോഹരമായ ഒരു വാട്ടർഫാളും കൂടി ഉണ്ട്. ഓൺ ദ വേയിൽ നെക്സ്റ്റ് കണ്ട വാട്ടർഫാളായിരുന്നു ഇത്. ഈ വാട്ടർഫാൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അതിനുശേഷം ഞങ്ങൾ എത്തിയത് ഫിഫ്ത്ത് ക്യാമ്പായ അട്ടയാർ എന്ന് പറയുന്ന ക്യാമ്പാണ്. ഈ ട്രെക്കിങ്ങിനിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ക്യാമ്പ് തന്നെയായിരുന്നു. തൂണൊക്കെ മറച്ചിടാറുണ്ടല്ലേ? അതിനുശേഷം ഞങ്ങൾ എത്തിയത് ഇത്രയും നേരം നടന്ന സ്ഥലത്തിനേക്കാളും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഓപ്പൺ ഗ്രാസ് ലാൻഡ്. ആൻഡ് ഹിയർ വാട്ട് വി ആർ സീയിങ് ഈസ് ദ മൈറ്റി വെസ്റ്റേൺ ഗട്ട്സ്. അതിനുശേഷം നമുക്ക് കയറാനുള്ളത് അതിഭയങ്കരമായിട്ടുള്ളൊരു കയറ്റമാണ്. ഞാൻ എന്നെ തന്നെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ആ കയറ്റമെല്ലാം കഷ്ടപ്പെട്ട് തന്നെ കയറി. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ സോ വെൻ ഐ റീച്ച് ദ ടോപ്പ്. നമ്മളങ്ങനെ എത്തിയ ക്യാമ്പിൻ്റെ പേരാണ് എഴുമടക്കൻ തേരി. ആൻഡ് ദിസ് ഈസ് ദി 6th ക്യാമ്പ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് കയറാനുള്ളത് കാട്ടിനകത്തൂടെ തന്നെ ഒരുപാട് കയറ്റങ്ങളാണ്. ഇത് കയറി മേളിലെത്താന്ന് പറഞ്ഞ് ചില്ലറ കാര്യമല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പം വരുന്നവർ ഒരു 2-3 തവണ ആലോചിച്ചിട്ട് വന്നാൽ മതി. And guys, now listen to the rhythm of forest. And after a long walk, I finally reached our last camp, Adirumala. അതിരുമലയിൽ എത്തിയതിന് ശേഷം എൻ്റെ ലഗേജ് എല്ലാം ഡോർമെട്രിയിൽ വച്ചതിന് ശേഷം നമ്മൾ ഡോർമെട്രിയുടെ ബാക്ക് യാർഡിലേക്ക് കുളിക്കാനായി പോയി. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ സോ ഇൻ ദി ബാക്ക് യാർഡ്. ഈ വ്യൂ എല്ലാം കണ്ടതിന് ശേഷം നേരെ ചെന്ന് ഒരു കുളിയും പാസ്സാക്കി ഫുഡും അടിച്ചു. നാളെ സബ്മിറ്റ് ചെയ്യുന്നതും സ്വപ്നം കണ്ട് ഉറങ്ങി. പിന്നെ ഡേ 2. അപ്പോൾ ഇന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതായത് അഗസ്ത്യാർകൂടം ടോപ്പിൽ കയറുന്ന ദിവസം, പീക്കിൽ പോകുന്ന ദിവസം ഇന്നാണ്. സെക്കൻഡ് ഡേ ട്രെക്ക് പുലർച്ചെ 7 മണിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ എടുക്കുകയാണ് ചെയ്തത്.
നമുക്കിന്ന് അതിരിമല ബേസ് ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം ടോപ്പ് വരെ ഓൾമോസ്റ്റ് 6 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലാണെങ്കിൽ കൂടിയും അഗസ്ത്യാർകൂടം ടോപ്പ് ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മൾ അതിരിമലയിൽ നിന്ന് പൊങ്കാലപ്പാറ എത്തുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻ്റർ ആയിരിക്കും. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ട്രെക്കിംഗ് ആണ് ഇതെങ്കിൽ കൂടിയും നമുക്ക് കിട്ടുന്ന ഒരു വൈബും ഒരു ഫീലും വ്യൂവും ഒക്കെ വളരെ ഡിഫറെൻ്റാണ്. അങ്ങനെ ഒരുപാട് നടന്ന് ക്ഷീണിച്ചതിന് ശേഷം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ടിരുന്നു. അവിടെ നിന്ന് ഞാൻ കാണുന്ന വ്യൂ ആണ് ഇതായത്. ആ വ്യൂ എല്ലാം കണ്ട് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പൊങ്കാലപ്പാറയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു, പിന്നെ കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ചു, പിന്നെ അവിടെ നിന്ന് യാത്ര തുടങ്ങി. അത് ഔഷധങ്ങൾ കടത്താൻ വന്നതാ. പൊങ്കാലപ്പാറ ഇവിടെയാണോ? അത് ഫസ്റ്റ് ഇതാ. കോട കയറിയല്ലോ. വെസ്റ്റേൺ ഗട്ട്സിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമലയെ വിശേഷിപ്പിക്കുന്നത് ട്രഷർ ഓഫ് തൗസൻഡ്സ് ഓഫ് റയർ ആൻഡ് മെഡിസിനൽ പ്ലാന്റ്, കൂടാതെ ഷെൽട്ടർ ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് ആനിമൽ എന്നാണ്. അതുമാത്രമല്ല, ഇവിടെയുള്ള കാറ്റിന് നാച്ചുറൽ ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ടെന്നും പറയപ്പെടുന്നു. ഇതാണ് നമ്മുടെ അതിരിമല ബേസ് ക്യാമ്പിൻ്റെ പൊങ്കാലപ്പാറ എന്നുള്ള വ്യൂ. അപ്പോൾ ദാ ഈ കാണുന്നതാണ് ശരിക്കുമുള്ള പൊങ്കാലപ്പാറ. ഈ പാറയ്ക്ക് പൊങ്കാലപ്പാറ എന്ന് പേര് വരാൻ കാരണം പണ്ടുള്ള ആദിവാസി സ്ത്രീകൾ ഇവിടെ വന്ന് പൊങ്കാല ഇടുമായിരുന്നു. ഈ ഒരു പാറയ്ക്ക് ശേഷം പണ്ട് സ്ത്രീകൾക്ക് മുകളിലേക്ക് അനുവാദമില്ലായിരുന്നു. കയറി ഞാൻ കയറിയില്ല. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. ഇല്ല, ഞാൻ വന്നപ്പോൾ മഴയില്ല. ആ വേറെ 2-3 പേരില്ലായിരുന്നു. ആ ചേട്ടാ അപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ഇല്ല, മഴ പെയ്ത് ഞാൻ ആകെ നനഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടലായി കയറാൻ പറ്റില്ല. അതെവിടെ എവിടെ വരെ വന്നു? അതിന് വരെ ക്യാമ്പ് വരെ വന്നല്ലേ? എന്തു പറ്റി? ഏതാ വഴി? ആരോട്ടിരിക്കല്ലേ അങ്ങോട്ട്? ഇതാ ഇങ്ങോട്ടിട്ടിരിക്കല്ലേ? നിങ്ങൾ പെട്ടെന്ന് എത്തിയനാ കേട്ടോ. അതിലെ പോയെങ്കിൽ പെട്ടെന്ന് എത്തിയനാ. ഈ ഒരു മലയും കൂടി കയറിയത്. ഓ മാൻ. അവിടെ നിന്ന് കുറച്ചുകൂടി ട്രെക്ക് ചെയ്ത് ആകെ ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇവരുടെ വരവ്. അവരിതാ പയർ പോലെ കയറി പോകുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാനുള്ളത് ഇതുപോലത്തെ ഒരുപാട് റോപ്പുകളിൽ പിടിച്ചാണ്. ഈ റോപ്പുകളിൽ പിടിച്ച് ടോപ്പിൽ കയറുന്നത് അത്യാവശ്യം റിസ്ക്കും ടഫും ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ റോപ്പും ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം കയറാനുള്ളതാണ് ഈ കാണുന്ന റോപ്പ്. ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം ടഫുള്ള റോപ്പും ഇത് തന്നെയാണ്. അങ്ങനെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. ഈ മലയ്ക്ക് അഗസ്ത്യമല എന്ന് പേര് വരാൻ കാരണം സപ്തഋഷികളിലൊന്നായ അഗസ്ത്യമുനി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ്.
He was a scholar and a Vedic Muni. അപ്പോൾ ഇന്ന് തന്നെ പിക്കറ്റ് സ്റ്റേഷൻ എത്താൻ വേണ്ടിയിട്ട് ഒട്ടും വൈകാതെ തന്നെ ഞാൻ ടോപ്പിൽ നിന്ന് ഇറങ്ങി. നോർമലി സബ്മിറ്റ് ചെയ്ത ദിവസം നമ്മൾ അതിരുമലയിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസമാണ് പിക്കറ്റ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ അന്ന് തന്നെ അതിരുമലയിൽ ചെന്നിട്ട് പിക്കറ്റ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അതിനുശേഷമാണ് ഈ ട്വിസ്റ്റ് എല്ലാം സംഭവിക്കുന്നത്. ട്വിസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. കേരളം മാത്രമല്ല, തമിഴ്നാടും കർണാടകക്കാരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു ട്രക്ക് തന്നെയാണ് ഈ അഗസ്ത്യാർകൂടം. നമുക്ക് സീസൺ ടൈം അല്ലാതെയും അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ചെയ്യാം. അതിനായി അവർ ചാർജ് ചെയ്യുന്നത് 4000 പെർ ഹെഡ് ആൻഡ് ഫോർ ദാറ്റ് മിനിമം 5 പേഴ്സൺ കൂടി വേണം. അതിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്, പ്ലസ് 1 ഗൈഡ് കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. തിരിച്ച് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷൻ എത്താനായിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 4 കിലോമീറ്റർ സംതിങ് ഉണ്ട്. വരുന്ന വഴിക്കൊരു ഫുള്ള് ഇരുട്ടാണ് ഇവിടെ. ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക, എന്താണെന്ന് അറിയില്ല. എൻ്റെ ഫ്രണ്ടിലൊരു ടീമുണ്ട്, പക്ഷേ എൻ്റെ ബാക്കിലൊരു ടീമുണ്ട്. പക്ഷേ ഇവരുടെ രണ്ടര ഇടയൊക്കെ ആയിപ്പോയി. ഞാൻ ഇപ്പോൾ രാത്രി ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് ക്യാമ്പിൽ നിന്ന് പുള്ളി പറഞ്ഞത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടില്ലേ കാട്? ഇനി ടോർച്ച് ഇല്ലാതെ കാണിച്ചു തരാം. അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് നിന്നപ്പോഴാണ് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസേഴ്സ് വന്നത്. അപ്പോൾ അവരുടെ ലീഡർഷിപ്പിൽ നമ്മുടെ സേഫായിട്ട് തന്നെ പിക്കറ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അപ്പോൾ അഗസ്ത്യാർകൂടം വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വ്ളോഗ്, kindly support. See you in the next vlog guys.